കാർക്കടവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ മോട്ടോഴ്സിന്റെ ഫ്ലാഗ്ഷിപ്പ് SUV സഫാരിക്കൊപ്പമാണ് ഞാനുള്ളത്. 27 വർഷത്തെ വലിയ ലെഗസി പറയുന്ന സഫാരി 1.5 ലിറ്റർ ടർബോ പെട്രോളിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഈ എപ്പിസോഡിൽ ഉള്ളത്. ഈ വാഹനത്തിനോടൊപ്പം ഡൽഹിയിൽ വെച്ചിട്ടുള്ള നാഷണൽ മീഡിയ ഡ്രൈവ് എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ മോട്ടോഴ്സിന്റെ സഫാരിയും ഹാരിയറും ചേട്ടനും അനിയനുമാണ്. സീറ്റിംഗ് കോൺഫിഗറേഷനിലുള്ള വ്യത്യാസം മാത്രം. പുറം കാഴ്ചയിലും വ്യത്യാസങ്ങളുണ്ട്, ഇന്റീരിയറിലും വ്യത്യാസങ്ങളുണ്ട്. ഹാരിയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു 5 സീറ്റർ SUV ആണെങ്കിൽ ടാറ്റ സഫാരിക്ക് 6 സീറ്ററും 7 സീറ്റർ കോൺഫിഗറേഷനുമുണ്ട്. എന്നാൽ ഇതുവരെയും ഈ രണ്ട് വാഹനങ്ങളും ഒരു പെട്രോൾ പതിപ്പിൽ വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിട്ടില്ല. 2025 ഈ വാഹനത്തിന്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ടാറ്റ മോട്ടോഴ്സ് അനുവദിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇങ്ങനെ രണ്ട് വാഹനങ്ങൾ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് അവതരിപ്പിക്കാൻ വാഹന നിർമ്മാതാക്കൾക്ക് തോന്നിയതിന്റെ കാരണം അവർ വിശദമാക്കി. 2019 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഡീസൽ എഞ്ചിനിലുള്ള വാഹനങ്ങൾ, ഈ രണ്ട് വാഹനങ്ങളും അവർ വിറ്റത് 2.5 ലക്ഷം യൂണിറ്റ് ആണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഈ രണ്ട് SUVകളുടെയും ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പനയാണ് ഞാൻ ഈ പറഞ്ഞത്. 2019 മുതൽ 2025 വരെയുള്ള കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 2.5 ലക്ഷം യൂണിറ്റുകൾ അവർ വിറ്റ് കഴിഞ്ഞു. ഇതേ സമയം തന്നെ ടാറ്റ മോട്ടോഴ്സ് ഒരു കാര്യം തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കുന്നു. ഈ ഒരു കാലയളവിൽ ഗ്യാസോലിൻ അഥവാ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനങ്ങളുടെ ഒരു വളർച്ച 19% നിന്നും 31% വർദ്ധിച്ചു. ഡീസൽ എഞ്ചിൻ തിരഞ്ഞെടുക്കുന്നവർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് വാഹനത്തിന്റെ ഫ്യൂൽ എഫിഷ്യൻസിക്കാണ്. എന്നാൽ ഫ്യൂൽ എഫിഷ്യൻസിയോടൊപ്പം തന്നെ മികച്ച ഡ്രൈവബിലിറ്റിയും മികച്ച കംഫർട്ടും ഒക്കെ നൽകാൻ ഒരു പെട്രോൾ എഞ്ചിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഹാരിയറിലേക്കും സഫാരിയിലേക്കും ടർബോ പെട്രോൾ എഞ്ചിൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ടർബോ പെട്രോൾ എഞ്ചിനിലൂടെ അവർ വാഗ്ദാനം ചെയ്യുന്നത് ഈ വാഹനങ്ങളിലെ മികച്ച ഡ്രൈവബിലിറ്റി, മികച്ച ഫ്യൂൽ എഫിഷ്യൻസി, അതേപോലെ തന്നെ മികച്ച റിഫൈൻമെന്റ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് ഹാരിയറിലേക്കും സഫാരിയിലേക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ടാറ്റ സീറയിൽ കണ്ട 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനേക്കാൾ മികച്ചതായിട്ടുള്ള ബെറ്റർ കാലിബ്രേഷൻ, ബെറ്റർ ട്യൂണിംഗ് ഒക്കെ തന്നെയാണ് ഈ വലിയ വാഹനങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡ്രൈവിംഗ് അധിക ദൂരം ഓടിച്ചിട്ടില്ല, അപ്പോൾ അത് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെറ്റർ റിഫൈൻമെന്റ് എന്ന് പറയുമ്പോൾ വളരെ വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള, വളരെ ക്വയറ്റായിട്ടുള്ള ഒരു NVH ആണ് ഇതിനകത്തേക്കുള്ളത്. സ്മൂത്ത് ഹാൻഡ്ലിംഗ് ആണ് ഉള്ളത്. ഇതിൻ്റെ കോമ്പറ്റീറ്ററിനേക്കാൾ മികച്ച ഒരു സൂപ്പർ സൈലന്റ് ആയിട്ടുള്ള ഒരു റിഫൈൻമെന്റോട് കൂടിയിട്ടുള്ള ഒരു ക്യാബിനാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. നാട്രാക്സിലൂടെ ഉള്ള ഒരു പരീക്ഷണ ഓട്ടത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവാർഡ് നേടിയിരിക്കുകയാണ് ടാറ്റ ഹാരിയർ എന്നുകൂടി എടുത്തു പറയുന്നു. ഏറ്റവും ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി അവർ നേടിയാണ് ആ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയത്. ഈ അടുത്ത കാലത്ത് ടാറ്റ സീറയും ഇതേ ഒരു പരീക്ഷണ ഓട്ടം നേടി അവരും ഫ്യൂൽ എഫിഷ്യൻസിയിൽ ഈ ടർബോ പെട്രോൾ എഞ്ചിനിൽ റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ഇങ്ങനെ നേട്ടങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ടാറ്റ മോട്ടോഴ്സിന് അടുത്ത ഇടയിൽ പറയാനുള്ളത്. ഡ്രൈവബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആക്സിലറേഷനും ബെറ്റർ ത്രോട്ടിൽ റെസ്പോൺസും ഒക്കെ തന്നെയാണ് ടാറ്റ സഫാരിയിലേക്ക് വന്നിരിക്കുന്നത്. സഫാരിയിലേക്കും ഹാരിയറിലേക്കും വന്നിരിക്കുന്ന 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ സ്പെക്ക് എന്ന് പറയുമ്പോൾ ലോ എൻഡ് ടോർക്കിലും മികച്ച പെർഫോമർ ആകാൻ കഴിയുന്ന രീതിയിലാണ് അവർ അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. സീറയിൽ കണ്ട അതേ പെട്രോൾ എഞ്ചിനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു രണ്ട് വാഹനങ്ങളിലെ ഈ ഒരു എഞ്ചിന്റെ ടോർക്കും പവറും തമ്മിൽ കണക്കുകൾ കൂടുതലാണ്. അതിൽ ലോ എൻഡ് ടോർക്കിൽ മികച്ച പെർഫോമർ ആവാൻ കഴിയുന്ന അത്ര മികച്ച എഞ്ചിനാണ് ഇതിനകത്തേക്ക് രണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. 5000 RPM-ൽ 170 PS പവറാണ് ഇതിന് ഉള്ളത്. അതേപോലെ തന്നെ 1750 മുതൽ 3500 RPM വരെ ഉള്ള കണക്കുകളിൽ 280 Nm ടോർക്കുമാണ് ഇതിനകത്തേക്ക് വരുന്നത്. സൂപ്പർ പെർഫോമർ, സൂപ്പർ സൈലന്റ്, സൂപ്പർ ഫ്യൂൽ എഫിഷ്യന്റ് ഒക്കെ എന്ന് പറയാവുന്ന എഞ്ചിനാണ് ഈ രണ്ട് വാഹനങ്ങളിലേക്കും ഉപയോഗിച്ചിരിക്കുന്നത്.
സ്പെഷ്യൽ എഡിഷൻ വാഹനങ്ങൾ ഇറക്കുന്നതിൽ എന്നും മുന്നിലാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിന്റെ ബ്ലാക്ക് എഡിഷൻ എക്കാലത്തെയും സൂപ്പർ ഹിറ്റാണ്. ഇന്ത്യൻ വാഹന ലോകത്തേക്ക് ആദ്യമായി ബ്ലാക്ക് എഡിഷൻ കൊണ്ടുവന്നതും ടാറ്റ മോട്ടോഴ്സ് ആണ്. തുടർന്ന് ഇങ്ങോട്ട് സ്പെഷ്യൽ എഡിഷൻ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ടാറ്റ മോട്ടോഴ്സിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കാസിരംഗ എഡിഷനും അതേപോലെ തന്നെ റെഡ് ഡാർക്ക് എഡിഷനും ബന്ദിപ്പൂർ എഡിഷനും ഗോൾഡ് എഡിഷനും ഒക്കെ തന്നെ ആ ഒരു നീണ്ട ശ്രേണിയിലേക്ക് വന്നിരിക്കുന്നു. 2025 ഫെബ്രുവരിയിൽ അവർ സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ സഫാരിയിലേക്കും ഹാരിയറിലേക്കും കൊണ്ടുവന്നു. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. സഫാരി ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തിയിട്ട് 27 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചത്. ഹാരിയറിനും സഫാരിക്കും കൂടി ലിമിറ്റഡ് എഡിഷനായിട്ട് 2700 യൂണിറ്റുകൾ മാത്രമാണ് അവർ അവതരിപ്പിച്ചത്. അതിനുശേഷം ഡിസംബർ 2025 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് ഹാരിയറും സഫാരിയും എത്തുന്നതിന്റെ ഒരു ആഘോഷം എന്ന നിലയിൽ തന്നെ ശരിക്കും ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് അത് എന്ന് തീർച്ചയായിട്ടും പറയാം. ഇതുവരെ ഡീസൽ എഞ്ചിനിലുള്ള 2 വാഹനങ്ങളെ അവർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആ ഒരു സ്പെഷ്യൽ മൈൽ സ്റ്റോണിലേക്ക് അവർ ഒരു സ്പെഷ്യൽ എഡിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. സഫാരിയിലേക്കും ഹാരിയറിലേക്കും റെഡ് ഡാർക്ക് എഡിഷൻ. സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷനേക്കാൾ കൂടുതൽ മികവാണ്, കൂടുതൽ ഭംഗിയാണ് റെഡ് ഡാർക്ക് എഡിഷന് എന്ന് തീർച്ചയായിട്ടും പറയാം. ഇതിനകത്തേക്ക് റെഡും ബ്ലാക്കും വളരെ മനോഹരമായിട്ട് സിങ്ക് ചെയ്തിരിക്കുകയാണ്. എക്സ്റ്റീരിയർ ആണോ ഇന്റീരിയർ ആണോ കൂടുതൽ മികച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയാത്തത്ര ഭംഗിയിലാണ് ഈ വാഹനത്തിലേക്ക് റെഡും ബ്ലാക്കും കൂടി സിങ്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും സഫാരിയുടെ റെഡ് ബ്ലാക്ക് എഡിഷന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഫാരി ഇതുവരെ ഉണ്ടായിരുന്നത് 5 വേരിയന്റുകളിലാണ്. പുതുതായിട്ട് 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് ഈ വാഹനം അവതരിപ്പിക്കുമ്പോൾ 2 പുതിയ ട്രിമുകൾ കൂടിയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഇതിന്റെ ഏറ്റവും ഉയർന്ന ട്രിമാണെന്ന് കൂടി എടുത്തു പറയുന്നു. അക്കംപ്ലിഷ്ഡ് അൾട്രയും അക്കംപ്ലിഷ്ഡ് റെഡ് ഡാർക്ക് എന്ന 2 പുതിയ വേരിയന്റുകൾ കൂടിയാണ് സഫാരിയിലേക്കും അതുപോലെ തന്നെ ഹാരിയറിലേക്കും വരുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് അക്കംപ്ലിഷ്ഡ് റെഡ് ഡാർക്ക് എഡിഷനാണ്. ഇതിനകത്തേക്ക് കൂടുതൽ പുതുമകൾ വന്നിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള സഫാരി എത്തുന്നത് നമുക്കെല്ലാം അറിയാം, ഗ്ലോബലി അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ലാൻഡ് റോവറിന്റെ D8 പ്ലാറ്റ്ഫോമിലാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അത് പ്രോവൺ ആണ്. ശരിക്കും പെർഫോമൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും അതേപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിലും ഏറ്റവും മികച്ചത് എന്ന് പറയാം. ടാറ്റ മോട്ടോഴ്സിന്റെ സഫാരിയാണ് ഇന്ത്യൻ വാഹനങ്ങളിൽ ആദ്യമായിട്ട് ഗ്ലോബൽ എൻക്യാപ്പിൽ ഒരു സേഫ്റ്റി റേറ്റിംഗിൽ വന്നിരിക്കുന്നത്. ഇന്ന് വരെയും അവരുടെ ഒരു മികച്ച സേഫ്റ്റി റേറ്റിംഗ് തകർക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സേഫസ്റ്റ് SUV എന്ന ടാഗ്ലൈൻ ടാറ്റ സഫാരിക്കാണ്. സഫാരിക്ക് ലഭിച്ചിരിക്കുന്നത് സേഫ്റ്റിയിൽ ഏറ്റവും മികച്ച റേറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അഡൽട്ട് സേഫ്റ്റിയിൽ 34ൽ 33.05 റേറ്റിംഗും അതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിൽ 49 എന്ന സ്കോറിൽ 45ഉമാണ് ടാറ്റ സഫാരി നേടിയിരിക്കുന്നത്. ഈ ഒരു മികച്ച സ്കോറിന്റെ തകർക്കാൻ ഇന്നുവരെയും ഒരു വാഹനത്തിനും കഴിഞ്ഞിട്ടില്ല. അതായത് ടാറ്റ സഫാരിയാണ് ഗ്ലോബൽ എൻക്യാപ്പിലെ ഇന്ത്യയിലുള്ള വാഹനങ്ങളുടെ ഏറ്റവും മികച്ച സേഫ്റ്റി റേറ്റിംഗ് കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാറ്റ സഫാരിയിലേക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിരിക്കുന്നു, 7 എയർ ബാഗുകൾ വന്നിരിക്കുന്നു, ഹിൽ ഹോൾഡ് കൺട്രോൾ വന്നിരിക്കുന്നു, 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ വന്നിരിക്കുന്നു, അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ വന്നിരിക്കുന്നു. ടാറ്റ സഫാരിയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിലേക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും നൽകിയിട്ടുണ്ട്. ടാറ്റ സഫാരിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിൻ്റെ പിന്നിലുള്ള വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമിനോടൊപ്പം ടാറ്റ സഫാരിയുടെ ഇമ്പാക്റ്റ് 2.0 ഡിസൈൻ ലാംഗ്വേജ് കൂടിയാണ്. ലോകത്താകമാനമുള്ള SUVകളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ലെജൻഡ് മറ്റൊരു ലെജൻഡിന് അവരുടെ ആർക്കിടെക്ചർ കൈമാറുന്നു എന്ന് ശരിക്കും പറയാം. ടാറ്റ സഫാരിയിലെ ഈ ഒരു ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോം വേൾഡ് വൈഡ് അത്രയ്ക്ക് പ്രശസ്തമാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഡിസൈൻ 2.0 ലാംഗ്വേജും കൂടി വന്നപ്പോൾ ഈ 2 കോമ്പിനേഷൻ കൂടിയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ സഫാരിയുടെ മികച്ച ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനം എന്നുകൂടി എടുത്തു പറയുന്നു.
2025 ടാറ്റ സഫാരിയിലേക്ക് കുറേയധികം പുതുമകൾ കൊണ്ടുവന്നിരിക്കുന്നു. ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആണ്, കുറേ കൂടി അപ്ഡേറ്റഡ് ആയിട്ട്, കുറേ കൂടി സ്റ്റൈലിഷ് ആയിട്ട് ഇതിൻ്റെ മുൻഭാഗത്തെ ഗ്രില്ലൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ആ ഒരു ഗ്രില്ലിൻ്റെ വിശേഷങ്ങൾ തന്നെ ഇതിൻ്റെ റെഡ് ഡാർക്ക് എഡിഷനിലേക്കും വന്നിരിക്കുന്നു. റെഡ് ഡാർക്ക് എഡിഷനിലേക്ക് പാരാമെട്രിക് ഗ്രിൽ വന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. ശരിക്കും ഇവിടെ ഒരു റെഡ് ഹൈലൈറ്റ് വന്നിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലെ കാര്യം പറയുകയാണെങ്കിൽ സഫാരി എന്നുള്ള ബാഡ്ജിങ് ഇവിടെ റെഡിൽ വന്നിരിക്കുന്നു. ഡാർക്ക് എഡിഷൻ എന്നുള്ള ആ ഒരു മാസ്കോട്ട് ഫെൻഡറിലേക്ക് വന്നിരിക്കുന്നു. റെഡ് ഡാർക്ക് എഡിഷന്റെ സൈഡ് പ്രൊഫൈലിൽ 19 ഇഞ്ചസ് അലോയ് വീലാണ് ഒരു ഹൈലൈറ്റ്. ഇതിനകത്തേക്ക് റെഡ് കാലിഫർ വന്നിട്ടുണ്ട്. കട്ടക്കറുപ്പിൽ ഒരു വാഹനം കാണുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. വാഹനപ്രേമികളുടെ എല്ലാം ഇഷ്ടമാണ് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ. സഫാരിയുടെ റെഡ് ഡാർക്ക് എഡിഷനിലേക്ക് വന്നിരിക്കുന്നത് കാർബൺ ബ്ലാക്ക് എന്ന നിറമാണ്. കാർബൺ ബ്ലാക്കിലേക്ക് റെഡ് ഹൈലൈറ്റും കൂടി വന്നപ്പോഴാണ് ഈ വാഹനത്തിന് ഇത്രയധികം ഭംഗി വന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ ഈ ബ്ലാക്കിൽ ഈ വാഹനത്തിന് ഒരു മികച്ച ഒരു സ്റ്റാൻസാണുള്ളത്. ടാറ്റ സഫാരി റെഡ് ഡാർക്ക് എഡിഷന്റെ പിൻഭാഗ കാഴ്ച കൂടുതൽ മനോഹരമാണ്. ശരിക്കും റെഡിലുള്ള സഫാരി എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെ സാധാരണ 2025 വന്ന അപ്ഡേറ്റ്സ് ഉള്ള ആ ഒരു സഫാരിയുടെ പോലെ തന്നെ 2 റിയർ ലൈറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്റ്റഡ് DRL സ്ട്രിപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഗസ്റ്റർ കൺട്രോൾ ബൂട്ട് ഓപ്പണിംഗ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. അതായത് 2025 കുറേ അപ്ഡേറ്റ്സ് വന്നപ്പോൾ ടെക്നോളജി ലോഡഡ് ആയിട്ടും കുറേ കൂടി സൗന്ദര്യം വരുത്തിയിട്ടും കംഫർട്ടിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടും ഒക്കെ തന്നെയാണ് വാഹന നിർമ്മാതാക്കൾ സഫാരിയെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സഫാരി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 7 ട്രിമുകളിലാണ്. ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ട്രിമുകളിലേക്കാണ് റെഡ് ഡാർക്ക് എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ടാറ്റ സഫാരിയിലെ 1.5 ലിറ്റർ 4 സിലിണ്ടർ ഹൈപ്പറിയോൺ എഞ്ചിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഈ കാണുന്നത്. 170 PS പവറും 280 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഇതിനകത്തേക്കുള്ളത്. ടാറ്റ സഫാരിയിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ പവർ 170 PS അതിൻ്റെ ഒരു ടോർക്ക് 280 ന്യൂട്ടൺ മീറ്ററുമാണ്. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ബേസ്ഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഐസിൻ ജപ്പാനുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇത് ശരിക്കും മാനുവൽ ട്രാൻസ്മിഷനിലും എത്തുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് എത്തുന്നത്. റിഫൈൻഡ് പെർഫോമൻസിനും എഫേർട്ട്ലെസ് ഷിഫ്റ്റിനും ഒക്കെ മികച്ചതാണ് ഈ ഐസിൻ ജപ്പാൻ്റെ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിൻ. ഗ്ലോബലി പ്രോവൺ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സുപ്പീരിയർ NVH ലെവൽസ് ആണ്. NVH ലെവൽസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അവർ ഒരു കണക്കുകളൊക്കെ നിരത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ 50 ഡെസിബൽ ആണെങ്കിൽ ഹൈപ്പർ ക്വൈറ്റ് എന്ന് അവകാശപ്പെടുന്ന ടാറ്റ സഫാരിയുടെ ശബ്ദം 37.8 ഡെസിബൽ ആണ്. ശരിക്കും ഇവിടെ കോമ്പറ്റീറ്ററിൻ്റെ ശബ്ദം എന്ന് അവർ അതിൻ്റെയും കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 40.7 ഡെസിബൽ ആണ്. അപ്പോൾ എത്രത്തോളം സുപ്പീരിയർ NVH ലെവൽസ് ആണ് വാഹനത്തിൽ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അതേപോലെ തന്നെ NVH ലെവൽസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഇൻ ക്ലാസ് റിഫൈൻമെൻറ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നു. അതിനായിട്ട് അവർ ഹൈ ഡെൻസിറ്റി അക്വാസ്റ്റിക് പോളിമേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോ കമ്പഷൻ നോയ്സിന് വേണ്ടിയിട്ട് എഞ്ചിൻ കാലിബ്രേഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നു. ഇതിലെ എയർ ഇൻടേക്ക് സിസ്റ്റത്തിലെ പ്ലാസ്റ്റിക് കമ്പോണൻസ് എല്ലാം തന്നെ ഏറ്റവും മികച്ചത് ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും NVH ഏറ്റവും മികച്ചതാക്കാനാണ് ടാറ്റ സഫാരിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുക. വളരെ ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ്, ഇനിഷ്യൽ ത്രോട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റും ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസിയുമാണ് മറ്റൊരു പ്രത്യേകത. ഇതിനകത്തേക്ക് ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജി, പാർക്ക് ബൈ വയർ ടെക്നോളജി ഒക്കെ തന്നെ വന്നിരിക്കുന്നു. വിവിധ ആൾട്ടിറ്റ്യൂഡിലും വിവിധ പ്രതലത്തിലൂടെയും ഒരുപാട് യാത്രകൾ നടത്തി, അതായത് സീ ലെവൽ ടു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വരെ ടാറ്റ സഫാരി ഓടിച്ച് പരീക്ഷണ വിജയം നേടിയ ശേഷമാണ് അവർ വിപണിയിലേക്ക് ഈ വാഹനം ഇറക്കുന്നത്. ശരിക്കും ഈ വാഹനത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ടേക്ക് ഓഫ് ആണ്. അതേപോലെ തന്നെ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ടാറ്റ സഫാരി എന്ന് പറയുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും ഹാൻസം ലുക്കുള്ള SUV എന്ന് പറയാം. വളരെ മജസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇൻറ്റീരിയർ കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ അത്തരത്തിൽ രാജകീയമായിട്ടുള്ള ഒരു യാത്ര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റ സഫാരിയുടെ പുതിയ ഹൈപ്പറിയോൺ എഞ്ചിനിലുള്ള വാഹനം ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. വാഹനത്തോട് കോമ്പീറ്റ് ചെയ്യുന്നത് മഹീന്ദ്ര XUV 700 ആണ്.
മറ്റൊന്ന് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ, ഹ്യുണ്ടായി അൽക്കസാർ, മഹീന്ദ്ര സ്കോർപിയോ, MG ഹെക്ടർ പ്ലസ്, ഹ്യുണ്ടായി അൽക്കസാർ, കിയ കാരൻസ്, ജീപ്പ് മെറിഡിയൻ എന്നിങ്ങനെയുള്ള നീണ്ട വാഹന ശ്രേണികളുണ്ട്. ശരിക്കും ഇതെല്ലാം തന്നെയും ഈ വാഹനങ്ങൾ, ഞാൻ ഈ പറഞ്ഞ വാഹനങ്ങളെല്ലാം തന്നെ 6 and 7 സീറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന വാഹനങ്ങളാണ്. എന്നാലും നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര XUV 700 ആണ്. XUV 700യുടെ ഏറ്റവും പുതിയ പതിപ്പ് 2026 ജനുവരി 5 ലോഞ്ച് ചെയ്യാനും പോവുകയാണ്. സഫാരിയുടെ റെഡ് ഡാർക്ക് എഡിഷന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. കാർണേഷൻ റെഡ് ഇന്റീരിയർ തീമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. സീറ്റുകളൊക്കെ തന്നെ റെഡാണ്. റെഡും ബ്ലാക്കും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇന്റീരിയർ തീം. ടാറ്റ നെക്സോണിനും ഇതുപോലെ തന്നെ റെഡ് ഡാർക്ക് എഡിഷൻ ഉണ്ട്. ഈ ഒരു തീം തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു മികച്ച കോമ്പിനേഷനാണ് എല്ലായ്പ്പോഴും റെഡ് ഡാർക്കും. അക്കംപ്ലിഷ്ഡ് അൾട്ര എന്നതാണ് ശരിക്കും സഫാരിയുടെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനം. ഇത് ശരിക്കും അതിന്റെ സ്പെഷ്യൽ എഡിഷനാണ്. അക്കംപ്ലിഷ്ഡ് അൾട്ര റെഡ് ഡാർക്ക് എഡിഷൻ എന്ന് പറയും. അക്കംപ്ലിഷ്ഡ് അൾട്ര റെഡ് ഡാർക്ക് എഡിഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർണേഷൻ റെഡ് എന്ന തീമിൽ ശരിക്കും ഇതിന്റെ ഇന്റീരിയർ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. റെഡും ബ്ലാക്കും കൂടി ബ്രില്യൻ്റ് ആയിട്ട് സിങ്ക് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഇന്റീരിയറിൽ. ശരിക്കും നമ്മൾ ഇത് ടാറ്റ നെക്സോണിൽ കണ്ടതാണ്. നെക്സോണിനും റെഡ് ഡാർക്ക് എഡിഷൻ ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാർണേഷൻ റെഡിൽ ഇതിന്റെ ലെതറൈറ്റ് അപ്പോൾസ്ട്രി, ഇതിന്റെ സീറ്റുകളാണ്. ഡാർക്ക് എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. 6 രീതിയിൽ നമുക്ക് ഇതിന്റെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 3 രീതിയിൽ ഇതിന് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് സഫാരി എത്തിയപ്പോൾ കുറേയധികം പുതുമകൾ അവർ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഒന്ന് ഇതിന്റെ സ്ലൈഡിംഗ് ആംബ്രസ്റ്റ് ആണ് ഇവിടെയായിട്ട് കാണുന്ന ഈ ഒരു ആംബ്രസ്റ്റ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് റിയർ വ്യൂ മിറർ അല്ലെങ്കിൽ IRVMലേക്ക് മുന്നിലും പിന്നിലുമായിട്ട് ഇൻബിൽറ്റ് ഡാഷ് ക്യാം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രൈവർ സീറ്റ് നമുക്ക് 6 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിന് 3 മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. 3 മെമ്മറി ഫംഗ്ഷൻ ഡ്രൈവർ സീറ്റിന് ഉള്ളതുപോലെ തന്നെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ ഈ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു മെമ്മറി ഫംഗ്ഷൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓട്ടോമാറ്റിക്കലി അതും അഡ്ജസ്റ്റ് ചെയ്യും. സീറ്റുകൾ ഇപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ശരിക്കും ഞാൻ ഇതിൻ്റെ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ സീറ്റിൻ്റെ മെമ്മറി നമ്പർ 1 or 2 ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസുകളും 2 ഗ്ലാസുകളും അഡ്ജസ്റ്റഡ് ആകും. വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ വാഹനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം വാഹനത്തിലേക്കൊക്കെ കടന്നിരുന്നാൽ സാധാരണ ഇതുവരെ നമ്മൾ പറയും സീറ്റുകൾക്ക് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, ORVM-നും കൂടി മെമ്മറി ഫംഗ്ഷൻ ഉള്ളത് വലിയൊരു കാര്യമായിട്ട് പറയുന്നു. ഞാൻ കടന്നിരിക്കുമ്പോൾ എൻ്റെ സീറ്റുകൾ എനിക്കനുസരിച്ചിട്ട് അഡ്ജസ്റ്റഡ് ആകും, ലെഫ്റ്റിലെയും റൈറ്റിലെയും ORVM-ഉം എനിക്കനുസരിച്ച് അഡ്ജസ്റ്റഡ് ആകും എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എടുത്തു പറയുന്നു. ടർബോ പെട്രോൾ എഞ്ചിനിൽ വരുന്ന സഫാരിയിലേക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സിനിമാറ്റിക് ഇൻഫോർടൈൻമെന്റ് എന്നാണ് ശരിക്കും ടാറ്റ മോട്ടോഴ്സിനെ വിശേഷിപ്പിക്കുന്നത്. 36.9 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള സിനിമാറ്റിക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇതിനകത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഡോൾബി അറ്റ്മോസ് വന്നിരിക്കുന്നു. 11 സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ടർബോ പെട്രോളിലുള്ള സാധാരണ സഫാരിയുടെ അക്കംപ്ലിഷ്ഡ് അൾട്ര എന്ന് പറഞ്ഞ ആ ഒരു വേരിയന്റിലേക്ക് എത്തുന്നത് ഒയസ്റ്റർ വൈറ്റും ഗോൾഡും കൂടി ഇടകലർന്ന ഇന്റീരിയർ തീമാണ്. ശരിക്കും റെഡ് ഡാർക്ക് എഡിഷനിലാണ് കാർണേഷൻ റെഡും ബ്ലാക്കും ചേർന്ന ഒരു ഇന്റീരിയർ തീം വരുന്നത്. ഇതിനകത്തേക്ക് ഡോൾബി അറ്റ്മോസ് വന്നിരിക്കുന്നു. ടാറ്റ സഫാരിയിലേക്ക് ആർക്കേഡ് ആപ്സ്യൂട്ട് വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോ, ജിയോ ഹോട്ട്സ്റ്റാർ എന്നിവയെല്ലാം തന്നെ ഇതിനകത്തേക്ക് ലഭിക്കും. ബിൽറ്റ്-ഇൻ നാവിഗേഷൻ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. സ്ലൈഡിംഗ് ആംബ്രസ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അലക്സ ഹോം ടു കാർ സൗകര്യം ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. അലക്സ കാർ ടു ഹോം കണക്ടിവിറ്റി ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ക്ലിയർ വ്യൂ ഡ്യുവൽ ക്യാമറ വാഷർ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. അതൊരു പുതിയ അഡീഷനാണ്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ്. ശരിക്കും വളരെ കമാൻഡിംഗ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. 6 രീതിയിൽ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നോടൊപ്പം ഉള്ള വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനം. മറ്റൊരു പ്രത്യേകത പറയാനുള്ളത് ജാപ്പനീസ് ടെക്നോളജിയിലുള്ള ഗിയർ ബോക്സ് പുതുതായിട്ട് അത് മേറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഐസിൻ എന്ന് പറഞ്ഞ് വേൾഡ് വൈഡ് അവർ തന്നെയാണ് ശരിക്കും ഗിയർ ബോക്സുകളെല്ലാം തന്നെയും മിക്ക വാഹന ബ്രാൻഡുകൾ
കമ്പനികൾക്കും സപ്ലൈ ചെയ്യുന്നത്. അവരും ടാറ്റ മോട്ടോഴ്സും കൂടിയിട്ടുള്ള ഒരു വലിയ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സ്പെഷ്യലി ട്യൂൺഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സീറയിൽ കണ്ട അതേപോലത്തെ തന്നെ എഞ്ചിൻ, ടർബോ പെട്രോൾ എഞ്ചിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹാരിയറിൻ്റെ ആണെങ്കിലും സഫാരിയിലെ ആണെങ്കിലും എഞ്ചിൻ സ്പെക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീറയെക്കാളും ടോർക്കും അതിൻ്റെ പവറും കൂടുതലാണ്. അതായത് കൂടുതൽ മികച്ച, കൂടുതൽ ഭാരമുള്ള വാഹനമാണ്. അതിനനുസരിച്ചിട്ട് ഇതും അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകാനായിട്ട് ഐസിൻ ജപ്പാൻ്റെ ടെക്നോളജി അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. സ്പെഷ്യലി ട്യൂൺഡ് എഞ്ചിൻ, സ്പെഷ്യലി ട്യൂൺഡ് കാലിബ്രേഷൻ ഒക്കെ തന്നെയാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ടാറ്റ സഫാരി എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം SUV ആണ്. ഇതിൻ്റെ സെക്കൻഡ് റോയിൽ മിക്കവാറും കാർ ഓണേഴ്സ് തന്നെയായിരിക്കും ഇരിക്കുക. സഫാരിയുടെ 6 സീറ്ററിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വെന്റിലേറ്റഡ് സീറ്റുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ബോസ് മോഡ് വന്നിട്ടുണ്ട്. ഇവിടെ അതിൻ്റെയായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മുൻനിരയിലെ ഈ ഒരു കോ ഡ്രൈവറുടെ സീറ്റുകൾ രണ്ടാം നിരയിൽ ഇരിക്കുന്നവർക്ക് ജസ്റ്റ് ഒരു സ്വിച്ച് അപ്ലൈ ചെയ്താൽ തന്നെ മുന്നിലേക്ക് അവരുടെ കംഫർട്ട് സോണിലേക്ക് ഇത് ചെയ്യാൻ പറ്റും. എല്ലാ ഹെഡ് റെസ്റ്റുകളും സ്ലൈഡിംഗ് ആണ്. തേർഡ് റോയിലുള്ള ആ ഹെഡ് റെസ്റ്റുകൾ വരെ സ്ലൈഡിംഗ് ആണ്. മറ്റൊന്ന് പനോരമിക് സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശക്കാഴ്ച ഇത്രയും വലിയൊരു സൺറൂഫാണ്. ഇവിടെ റൂഫ് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പർ പോർഷൻ മൊത്തവും ബ്ലാക്ക് ആണ്. സീറ്റുകളിലേക്ക് മാത്രമാണ് റെഡ് വരുന്നത്. ഡോർ ഹാൻഡിൽസിലേക്കും റെഡ് ഒരു ഇത് വന്നിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് എലിമെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ക്രോം എലിമെന്റിനെ ഒക്കെ തന്നെയും അവർ ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. കംഫർട്ടിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. സഫാരിയുടെ സേഫ്റ്റി റേറ്റിംഗ് മറ്റാർക്കും വെല്ലാൻ പറ്റാത്ത അതിൻ്റെ ഒരു സ്കോറിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഡ്രൈവറുടെ കംഫർട്ട് സോണിന് വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ADAS ലെവൽ 2 സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്യാമറ വാഷ് വന്നിട്ടുണ്ട്. IRBMൻ്റെ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ രണ്ടാം നിര യാത്ര ഏറ്റവും സുഖകരമായിട്ടുള്ള കാര്യമാക്കാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും ഹെഡ് റെസ്റ്റിലേക്ക് വിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ തലയിലേക്ക് ശരിക്കും നമ്മളുടെ തലകളുടെ പൊസിഷൻ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും. എനിക്കധികം നീളമില്ലാത്ത ആളായതുകൊണ്ടാണ് എൻ്റെ തല ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം പൊക്കമുള്ള ഒരാൾ ഇരിക്കുമ്പോൾ തലകളുടെ ഒരു പൊസിഷൻ കൂടുതൽ കംഫർട്ടിന് വേണ്ടിയിട്ട് ഈ ഹെഡ് റെസ്റ്റിലേക്ക് വിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഇത് 7 സീറ്റർ വാഹനമാണ്. സഫാരി 6 സീറ്ററിലേക്കും 7 സീറ്ററിലേക്കും വരുന്നു. ഇതിലെ 6 സീറ്റർ ഓപ്ഷൻ ഒന്നും കൂടി പ്രീമിയമാണ്. രണ്ടാം നിര തിങ്ങിയിരിക്കാനൊന്നും ശരിക്കും കംഫർട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ 6 സീറ്ററിലേക്ക് സഫാരിയുടെ 6 സീറ്ററിലെ രണ്ടാം നിരയിലേക്ക് ശരിക്കും വെന്റിലേറ്റഡ് സീറ്റുകൾ 2025 അപ്ഡേഷനിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് 65 വാട്ട് ടൈപ്പ് C കണക്ടർ സെക്കൻഡ് റോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെയൊക്കെ തന്നെയും ഒരു യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. ഇവിടെ പൗച്ച് കൊടുത്തിട്ടുണ്ട്. സീറ്റുകളുടെ ഭംഗിയെക്കുറിച്ചിട്ടും ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ടും എടുത്തു പറയുന്നു. പെർഫെക്റ്റ് എന്ന് പറയാം. ഇൻറ്റീരിയർ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരു രക്ഷയുമില്ല. കപ്പ് ഹോൾഡർ ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. മൂന്നാം നിരയിലേക്ക്, ശരിക്കും മൂന്നാം നിര എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം സെക്കൻഡ് റോയിൽ സീറ്റുകൾ ടംബിൾ ചെയ്തിട്ട് നമുക്ക് മൂന്നാം നിരയിലേക്ക് കടന്നിരിക്കാം. തേർഡ് റോയിലാണ് ഞാനിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് തേർഡ് റോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അധികം വലിപ്പമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ തന്നെ കിട്ടുന്നു. തേർഡ് റോയിലുള്ളവരുടെ കംഫർട്ടിനും ടാറ്റ മോട്ടോഴ്സ് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റുകൾ ഇവിടെയെല്ലാം കൊടുത്തിട്ടുണ്ട്. 7 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ തേർഡ് റോയിലെ സീറ്റുകൾ പോലും നമുക്ക് പിന്നെ അഡ്ജസ്റ്റബിൾ ആണ്, സ്ലൈഡിംഗ് ആണ്. ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച് എടുത്തു പറയുന്നു. ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം വളരെ മികച്ചതാണ്. ഇവിടെയും ഒരു റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇൻറ്റീരിയർ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകും. ശരിക്കും ഇതിൻ്റെ പ്രൈസ് അവർ റിവീൽ ചെയ്തിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഒരു 25 ലക്ഷത്തിന് പുറത്തു പോകും എന്നറിയാം. ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയും റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും എനിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിൽ ഇഷ്ടമായി. എക്സ്റ്റീരിയറും ഇഷ്ടമായി. ഇതിൻ്റെ കംഫർട്ട്സ് ഇഷ്ടമായി. സേഫ്റ്റി കാര്യങ്ങൾ ഇഷ്ടമായി. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ യൂട്ടിലിറ്റി സ്പേസസ്, സ്ലൈഡിംഗ് ആം റെസ്റ്റുകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ എല്ലാം കൊണ്ടും റെഡ് ഡാർക്ക് എഡിഷൻ ഇഷ്ടമായി. മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.